സമരക്കാർക്ക് പലതരത്തിലുള്ള ചാപ്പ കൊടുക്കാറുണ്ട് പണ്ട് മുതലേ. JNUവിലെ സമരം നടന്നപ്പോൾ ടുക്ഡേ ഗ്യാങ് ആണ് സമരം നടത്തുന്നതെന്ന് പറഞ്ഞു. അവർ ഇന്ത്യയെ തകർക്കാനാണ് എന്ന് പറഞ്ഞു. കർഷകർ സമരം ചെയ്തപ്പോൾ ഖലിസ്ഥാനി ഭീകരവാദികളാണ് എന്ന് പറഞ്ഞു. ഇപ്പോ അരാജകത്വം ഉണ്ടാക്കാൻ ഉള്ള സമരമാണ് എന്ന് ആരോപിക്കുന്നു. പക്ഷേ നമ്മൾ ആ വിദ്യാർത്ഥികളെ കണ്ടാൽ അറിയാം, അവർക്ക് രാഷ്ട്രീയ നിറങ്ങളൊന്നുമില്ല. വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകളോ അഭിപ്രായങ്ങളോ സാമൂഹ്യ പശ്ചാത്തലങ്ങളോ ഒക്കെയുള്ള കുട്ടികളാണ്. അത് നമ്മുടെ സമൂഹത്തിന്റെ രാജ്യത്തിന്റെ ഒക്കെ ഒരു പരിച്ഛേദം എന്ന് പറയാവുന്ന വിധത്തിൽ ഈ യുവത്വത്തെ സാധാരണ നിലയിലെ രാഷ്ട്രീയ സമരങ്ങൾ കൈകാര്യം ചെയ്യുന്നതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് കരുതാമോ? ഒരു തരത്തിലും അങ്ങനെ കരുതാൻ കഴിയില്ല. കാരണം ഇവിടെ ഇപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പലതരം ചാപ്പയടിക്കാൻ വേണ്ടിയിട്ട് BJP ശ്രമിക്കുന്നുണ്ടെങ്കിലും സമരക്കാരെ അടിക്കാൻ വരുന്നവർക്ക് ഒറ്റ ചാപ്പയുള്ളത് RSSകാരാണ്. അത് യൂണിഫോം ഇടാത്ത RSSകാർ ലാത്തിയടിക്കുന്നു. അതുപോലെ ചൂട് കാരണം കൊണ്ട് നെയിം പ്ലേറ്റ് വെക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ ലാത്തിയടിക്കുന്നു. ഇവരെല്ലാവരും RSSുമായിട്ടോ BJP ആയിട്ടോ ബന്ധപ്പെട്ട ആളുകളാണ്. അക്രമികൾ, അക്രമം ഏറ്റുവാങ്ങുന്ന ആളുകൾ. ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നിന്നടക്കം കുടുംബസമേതം കുട്ടികൾ അവിടെ വന്ന് സമരം ചെയ്യുന്നു. അവരുടെ അച്ഛനും അമ്മയും ഒക്കെ സമരപ്പന്തലിൽ എത്തുന്നു. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ അക്രമം നടത്തുന്നത് മോദി സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയാണെന്ന്. അപ്പോൾ ഈ സമരം നടത്തുന്ന കുട്ടികൾ അവിടെ അക്രമം നടത്തി എന്നുള്ള രീതിയിൽ വ്യാജമായ കഥകൾ പടച്ചുവിടുക. ഈ ചർച്ചയിൽ തന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് എന്താ? പാട്നയിൽ ഹൈഡ്രജൻ ട്രെയിനെതിരെ നടന്ന അക്രമം, അതായത് ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇവർ കണക്ട് ചെയ്യുന്നത് 1028 കിലോമീറ്റർ അപ്പുറയുള്ള പാട്നയിലെ ഒരു ട്രെയിൻ അക്രമത്തെ കുറിച്ചിട്ടാണ്. ഇതുപോലെ പരസ്യമായി നുണ പറയാൻ ഒരു ഉളുപ്പുമില്ലാത്തത് ഈ രാജ്യത്തെ സംഘപരിവാറുകാർ മാത്രമാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് ആദ്യമേ പറയേണ്ടത്. ഇവിടെ ടൊവിനോ തോമസിന്റെ വീടിന്റെ മുമ്പിൽ പോയി സമരം ചെയ്യുന്നു. മോഹൻലാലിന്റെ മകൾ വിസ്മയ്ക്കെതിരെ സൈബർ അറ്റാക്ക് ചെയ്യുന്നു. എന്താണ് ഇവിടെ പ്രശ്നം? ഈ പരീക്ഷ എഴുതിയ കുട്ടികളുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കാൻ നരേന്ദ്രമോദി ഒന്ന് പത്രക്കാരെ കണ്ടാ പോരെ? അതിന് പകരം ടൊവിനോ തോമസിനെ ആക്രമിക്കുക, അല്ലെങ്കിൽ വിസ്മയെ സൈബർ അറ്റാക്ക് ചെയ്യുക. ഇതിലൊക്കെ ഭേദം നിങ്ങൾക്ക് തോൽവി സമ്മതിക്കുന്നതാണ്. നിങ്ങൾ പരാജയപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ ഗോപാലകൃഷ്ണൻ ചോദിച്ച ഒരു കാര്യമുണ്ട്. വിദ്യാർത്ഥി സമരമാണോ ഈ നടക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടുള്ള സമരമാണ് എന്നൊക്കെ. അത് വിദ്യാർത്ഥി സമരമാണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് വിദ്യാലയത്തിൽ പോകണം. രണ്ട്, വിദ്യാലയത്തിൽ പോയി വിവരം കിട്ടിയാലും കാര്യമില്ല, നെറിവും ബോധവും തിരിച്ചറിവും വേണം. ഇതൊന്നും ഇല്ലാത്ത ആളുകൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികളെ കണ്ടാൽ തിരിച്ചറിയണമെന്നില്ല. വ്യാജ ഡിഗ്രിക്കാരൻ രാജ്യം ഭരിക്കുന്ന കാലത്ത് എന്ത് നീറ്റ്, എന്ത് വിദ്യാഭ്യാസം, ഒന്നുമില്ല. അപ്പൊ ഇവര് പറയുന്നത് ഈ കഴിഞ്ഞ 12 വർഷക്കാലം ഒരു അരാജകത്വം ഉണ്ടായില്ലല്ലോ എന്ന്. സാറേ, അരാജകത്വം നടപ്പാക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവില്ല. 276 പരീക്ഷകളിൽ 158 പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ ചോരുന്നു. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ 23 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. കഴിഞ്ഞ 37 ദിവസത്തിനുള്ളിൽ 13 കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമാനമായ സാഹചര്യത്തിൽ